BMS നേതൃത്വം നൽകുന്ന KST എംപ്ലോയീസ് സംഘ് തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് മാർച്ചിൽ പങ്കെടുത്തത്. DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ സർക്കാരിന്റെ പിടിപ്പുകോടുകൊണ്ട് ഉണ്ടാക്കിയ ചില അമ്പരചുംബികളായ ആളുകൾ തന്നെയുള്ള തിരുവനന്തപുരത്തുള്ള KSRTCയുടെ കെട്ടിടം, അങ്കമാലിയുള്ള കെട്ടിടം, കോഴിക്കോടുള്ള കെട്ടിടം, ഇത്തരമെല്ലാം ഘടകകക്ഷികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൊള്ളപ്പലിശക്കെടുത്ത് സഹകരണ ബാങ്കിലും HDFC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത് കൊള്ളപ്പലിശക്കുള്ള ആ മാസ അടവ് ആദ്യം അടച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ തൊഴിലക്കയത്തിലാക്കുവാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ 4000 കോടി രൂപയാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ KSTSന്റെ അല്ലെങ്കിൽ KSRTCയുടെ കടം. ഇന്നത് 16,000 കോടിയായിരിക്കുന്നു. വെറും ധൂർത്തും അഴിമതി മാത്രം നടത്തി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ ജീവനക്കാർക്കും DA നാമമാത്രമായിട്ടെങ്കിലും ലഭിക്കുമെന്നുണ്ടെങ്കിൽ KSRTC ജീവനക്കാർ 1 രൂപ പോലും ലഭിക്കില്ല എന്നുള്ളതാണ്. ഏകദേശം 33% അല്ലെങ്കിൽ 35% DA ഓരോ തൊഴിലാളിക്കും ലഭിക്കാനുണ്ടെന്നാണ്. അത് വരുമ്പോൾ ഏകദേശം മിനിമം 10,000 രൂപ ഒരു തൊഴിലാളിക്ക്, സാധാരണ തൊഴിലാളിക്ക് ഒരു പ്രതിമാസം നഷ്ടമാണ്. നമുക്ക് ഒരു മാസം 1,20,000 രൂപ, ഒരു 4-5 വർഷം കഴിയുമ്പോൾ 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ ഈ KSRTCയിലെ ഈ 25,000 വരുന്ന തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് മുഴുവൻ പിണറായി സർക്കാർ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതാണ് സാധനം. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ തൊഴിലാളികളോട് നന്മ കാണിച്ച് ഈ KSRTC ജീവനക്കാർക്ക് DA നൽകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മളാരും ഇവിടെ DA ചോദിക്കാൻ പറഞ്ഞ DA ചോദിച്ചു വന്നാൽ നിങ്ങൾ ഈ സർക്കാരിന് എതിരാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇവിടെ ഒരു PSC അംഗങ്ങളുണ്ട്. കേരളത്തിലാകാൻ 6 ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അധ്യാപകരും പോലീസുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെ 6 ലക്ഷം സർക്കാർ ജീവനക്കാരാണുള്ളത്. ഒരു പ്രതിവർഷം പരമാവധി കഴിഞ്ഞ വർഷങ്ങളിൽ 25,000 പേര് പോലും PSC എഴുതി ജോലിക്ക് ഹാജരായിട്ടില്ല, ഇല്ലെങ്കിൽ ജോലി ലഭിച്ചിട്ടില്ല. ആ അവസരത്തിൽ PSC ഒരു ചെയർമാൻ ഉൾപ്പെടെ 4,10,000 രൂപ ശമ്പളം വാങ്ങുന്ന ചെയർമാൻ ഉൾപ്പെടെ 22 അംഗങ്ങളാണ് PSCക്ക് അംഗങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, 25,000 പേര് പോലും ജോലിക്ക് കയറാത്ത ഈ കേരളത്തിലെ സർക്കാർ മേഖലയിൽ ഇത് നിയന്ത്രിക്കാൻ, ആ PSCയെ നിയന്ത്രിക്കാൻ 22 പേര്, 1000 പേര് ജോലിക്ക് വരാൻ ഒരു PSC അംഗം എന്ന നിലക്കാണ് ഈ സർക്കാർ. നമുക്കറിയാം, കേന്ദ്രത്തിലുണ്ട് PSC, UPSC, അവിടെ വെറും 11 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. അവർക്ക് മുഴുവൻ കാറ് പോലുള്ള മാരുതിയുടെ സ്വിഫ്റ്റോ ഡിസൈറോ പോലുള്ള കാറായിരിക്കുമ്പോൾ ഇവിടെയുള്ള PSCകൾക്ക് എല്ലാം തന്നെ ഇന്നോവ മാതിരിയുള്ള കാർ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. ബീക്കൺ ലൈറ്റ് വരെ വെച്ചിട്ടാണ് ഇവരുടെ. നമുക്കറിയാം, ഉത്തർപ്രദേശില് ഏകദേശം 36 കോടിയോളം ജനങ്ങളുടെ ഉത്തർപ്രദേശില് 11 PSC അംഗങ്ങൾ മാത്രം, അവർ 1 ലക്ഷത്തിൽ താഴെയാണ് അവർ ശമ്പളം. ഇങ്ങനെ ദൂർത്ത് ഇവർക്കെല്ലാം ദൂർത്ത് നടത്താം KSTS എംപ്ലോയീസ് സംഘിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ സമാപിച്ചു. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.